നമസ്കാരം സുഹൃത്തുക്കളെ, മാത്സിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മള് LCM അല്ലെ, LCM നമുക്ക് LCM HCF എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൽ നിന്നുള്ള കുറച്ച് മോഡലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ലസാഗു? അതായത് LCM പറഞ്ഞാൽ, ലസാഗു പറഞ്ഞാൽ എന്താ? ലഘുതമ സാധാരണ ഗുണിതം എന്നാണ് അതിന്റെ ഫുൾ ഫോം മലയാളത്തിൽ. ഇംഗ്ലീഷിലാണെങ്കിൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. ഓക്കെ ആണോ? ഇവിടെ 5, 10, 30 എന്നീ സംഖ്യകളുടെ LCM കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് LCM കാണുക? അതായത് 5 എന്ന് എഴുതുക, 15 എന്ന് എഴുതുക, 30 എന്ന് എഴുതുക. LCM കാണാൻ 3ലും പോണത് ഏതാണ് ഘടകം? 5 എഴുതി അല്ലേ? 5 15ൽ 5 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 30 15 6 പ്രാവശ്യം അല്ലേ? അങ്ങനെയല്ലേ? ആണ്. ഇനി നമുക്ക് ഇതിൽ പോണത് 2ൽ അല്ല 3ൽ പോകും അല്ലേ? 3ല് ഓക്കെ, ഇത് അങ്ങനെ എഴുതി. 3ൽ 3 ഒരു പ്രാവശ്യം, 3ൽ 6 2 പ്രാവശ്യം. കഴിഞ്ഞു അല്ലേ? ഇനി എന്ത് ചെയ്യുക? 5 ഇൻറ്റു 3 ഇൻറ്റു പിന്നെ 1 അവിടെ 1, നമുക്കത് 1നെ ഗുണിച്ച് നമുക്ക് 1 തന്നെ വരുള്ളൂ അല്ലേ? ഇൻറ്റു 2. 5 15 15 ഇൻറ്റു 2 30. അതാണ് LCM എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വേറൊരു മെത്തേഡ് LCM കാണാൻ പറഞ്ഞാൽ 5 15 30 LCM പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെന്ന് പറയാം, പെട്ടെന്ന് കാണേണ്ട രീതി. ഈ 30 തന്നിട്ടുള്ള സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ 3 സംഖ്യ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്ന് നോക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 30 ആണ്. ആ വലിയ സംഖ്യ മറ്റുള്ള സംഖ്യകളിൽ പൂർണ്ണമായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? ഈ 30 എന്ന സംഖ്യ 5ൽ പോകുമോ 15ൽ പോകുമോ എന്ന് നോക്കുക. മറ്റു സംഖ്യകളുമായിട്ട് പൂർണ്ണമായിട്ട് ഹരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ LCM എന്ന് പറയുന്നത് പിന്നെ അത് ഏത് തന്നെയാണ്? 30 തന്നെയാണ് അതിന്റെ LCM. അപ്പൊ 30 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? 30 പൂർണ്ണമായിട്ടും 5 കൊണ്ട് ഹരിക്കാൻ പോകില്ലേ? 6 5 30. ഇനി 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത 2 പൂർണ്ണമായി ഡിവൈഡ് ചെയ്ത് ശിഷ്ടം വന്നിട്ടില്ലല്ലോ. അവിടെ ശിഷ്ടം വരാൻ പാടില്ല. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെന്താണ്? അതിന്റെ LCM എന്ന് പറയുന്നത് 30 തന്നെയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ? 5 15 30 സംഖ്യകളുടെ ലസാഗു കാണാൻ എങ്ങനെയാണെന്ന് പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് നോക്കാം. ഇതൊരു ടൈപ്പ് ഇതൊരു ടൈപ്പായി. അടുത്തത് 1.5 2.5 4.5 സംഖ്യകളുടെ ലസാഗു കാണുക. ഓക്കെ, ഇവിടെ പോയിന്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? പോയിന്റ് വരുമ്പോൾ നമുക്ക് എന്താണ്? LCM കാണാൻ എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം എന്നറിയോ? ഈ 1.5നെ 10 കൊണ്ട് ഗുണിക്കുക. ഏത് സംഖ്യ കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്? 10 കൊണ്ട് കേട്ടോ. 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1.5നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 1.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 15 കിട്ടും. 2.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 25 കിട്ടും. ഇനി 4.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 45 കിട്ടും. കിട്ടിയോ? എന്നിട്ട് ഇനി അതിന്റെ LCM കാണാൻ 15 25 45ന്റെ LCM എങ്ങനെ കാണാം? കോമൺ ആയിട്ട് പോകുന്നുണ്ടോ നോക്കണം അല്ലേ? ഏറ്റവും വലിയ സംഖ്യയായ 45 കോമൺ ആയിട്ട് പോകുമോ എന്ന് നോക്കണം. എന്തായാലും 15 45നെ ഒന്ന് 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 15 15 30 45 3 പൂർണ്ണമായിട്ടും പോയി. ഇനി 45നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യേ, പൂർണ്ണമായിട്ടും പോകുമോ? ഇപ്പൊ നോക്കിയോ, 5 25 9 5 45 9/5 വന്നു. പറ്റില്ല, പൂർണ്ണമായിട്ട് ഇവിടെ ഹരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ആ മെത്തേഡ് ഏതിൽ പറ്റില്ല? ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സാധാരണ LCM കാണുന്ന രീതിയിൽ തന്നെ നമ്മൾക്ക് കാണണം. മനസ്സിലായോ? അപ്പൊ 15 25 45 എഴുതി LCM കാണുക. 5 എടുത്തു. 5 15 5 25 9 5 45 അല്ലേ? ഇനി കോമൺ ആയിട്ട് പോണത് ഏതാണ്? 3ൽ നോക്കാം അല്ലേ? 3ൽ ഒരു പ്രാവശ്യം പോയി, 5 പോവില്ല. അപ്പൊ 5 അതേപടി എഴുതുക. 9ൽ 3 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം പോയി. ഇനി നമുക്ക് ഇവിടെ ഒന്നും പറ്റില്ല അല്ലേ? ഇനിയിപ്പോ 5 എഴുതിയാലും ഇവിടെ 5 തന്നെ വരും, 3 തന്നെ വരും അല്ലേ? അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്നിട്ട് ഇതിനെ ഗുണിക്കുക. 5 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 3 അല്ലേ?
അപ്പൊ എത്രയായി? 5 × 3 × 5 × 3 എത്ര കിട്ടി? 225 കിട്ടി. നമുക്കിവിടെ എത്ര കിട്ടി? 225 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണെന്നറിയോ? ഈ 225നെ നമ്മളിവിടെ, കാരണം 10 കൊണ്ട് നേരത്തെ ഗുണിച്ചിട്ടാണ് നമ്മളിവിടെ LCM എടുക്കാൻ എളുപ്പ വഴി കണ്ടെത്തിയത്. എന്നിട്ട് എന്ത് ചെയ്യണം? 10 കൊണ്ട് ഹരിക്കണം. മനസ്സിലായോ? 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് അല്ലേ ഇങ്ങോട്ടേക്ക് ഇടുക. 0 അല്ലേ, ഇവിടെ ഒരു 0 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് ദശാംശം ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഒരു സ്ഥാനം, ഒരു 0 ഉള്ളത് കൊണ്ട് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 22.5. മനസ്സിലായോ? ഇതാണ് വേറൊരു ടൈപ്പ്. ഇനി അടുത്തത് നോക്ക. 2² × 3² × 5 എത്ര? 5⁴ അല്ലേ? എത്രയാണ്? 2²2, 3²2, 5⁴ അങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെ 3 ഘടകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ LCM കാണാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ ഇങ്ങോട്ട് എഴുതുക. മനസ്സിലായോ? അതായത് ഇവിടെ നമുക്കറിയാം 2ഉം 3ഉം 5ഉം ഒക്കെ എന്താണ്? അഭാജ്യ സംഖ്യകളാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 2ഉം 3, 5 ഇതൊക്കെ ഏതാണ്? അഭാജ്യ സംഖ്യകളാണ് അല്ലേ? ഈ അഭാജ്യ ഘടകങ്ങളുടെ ലസാഗു കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ബേസ് നമ്പറുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഏതാണ് ബേസ് നമ്പറുകൾ? 2ഉം 3ഉം 5ഉം ആണ് അല്ലേ? എല്ലാത്തിലും 2, 3, 5, ഇതിൽ 2, 3, 5, ഇതിൽ 2, 3, 5. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഈ 3ലെയും അതാത് അഭാജ്യ ഘടകങ്ങളുടെ ഏറ്റവും വലിയ ഘടകം എഴുതുക. അതായത് ഇവിടെ 2ന്റെ ഏറ്റവും വലിയ പവർ ഏതാണ്? 2ന്റെ ഏറ്റവും വലിയ പവർ ഏതാണ്? 2² ആണോ? 2³ ആണോ? 2⁴ ആണോ? 4 ആണ് അല്ലേ? ആ 4നെ എഴുതി. ഇനി 3ന്റെ ഏറ്റവും വലിയ പവർ 3ൽ ഏതാണെന്ന് നോക്ക്. ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ 4 ആണ് ഇവിടുത്തെ ഇത് അല്ലേ? അപ്പൊ അത് 4 എഴുതി. ഇനി 5ന്റെ നോക്ക്. 5ന്റെ 4, ഇവിടെ 2, ഇവിടെ 3. അപ്പോഴും ഇതിലും 5ന്റെ 4 ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്തു? ഇതിന്റെ LCM എങ്ങനെയാണ്? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതണം? 2⁴ × 3⁴ × 5⁴. മനസ്സിലായോ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള സംഖ്യകളുടെ LCM കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഏറ്റവും വലിയ കൃതിയാണ് എടുക്കേണ്ടത്. LCM ഇങ്ങനെയുള്ള സംഖ്യകൾ തന്നിട്ട് LCM കാണാൻ പറഞ്ഞാൽ വലിയ കൃതി എടുക്കുക. HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കൃതി എടുക്കുക. ഓക്കെ, അപ്പൊ 2ന്റെ ഏറ്റവും ചെറിയ കൃതി 2 അല്ലേ? ഇവിടെ 3ൽ ഏതാ വരുന്നത്? 3ൽ 2 ആണ് വരുന്നത്. 5ൽ ഏതാ വരുന്നത്? 5ലും 2 ആണ് വരുന്നത്. കണ്ടോ? അപ്പൊ LCM ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കൃതി എടുക്കുക. HCF ചോദിച്ചാൽ ചെറിയ കൃതി എടുക്കുക. അടുത്ത നോക്ക്. അടുത്ത ടൈപ്പ് 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന, ഇവിടെ ലസാഗു LCM എന്ന് മറ്റൊന്നും തരില്ല. ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെ വരും. അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് LCM കാണാനാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ തന്നാൽ LCM, ഏറ്റവും വലിയ സംഖ്യ ചോദിച്ചാൽ HCF. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എങ്ങനെയാണ്? എന്ത് ചെയ്യണം? 15ന്റെ 30ന്റെ 45ന്റെ LCM കാണണം. 15, 30, 45 LCM കണ്ടേ. 15, 30, 45 നമുക്ക് അറിയാം അല്ലേ? എന്താണ് ഇവിടെ? 5 എഴുതി, 5 15 എഴുതി, 6 എഴുതി, 9 5 45 എഴുതി അല്ലേ? 3 എഴുതി, 1 എഴുതി, 2ൽ പോയി, 3ൽ പോയി അല്ലേ? ഇനി 5 × 3 × 2 × 3, 5 15, 15 30, 30 × 3 90. ഇവിടെ എത്ര വന്നു? LCM 90. അടുത്ത നോക്ക്. 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അടുത്ത ടൈപ്പ്. ഇത് ഓരോരോ ടൈപ്പാണ് കേട്ടോ. എല്ലാം ഓരോരോ ടൈപ്പാണ്. 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരും? 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
8ന്റെയും 12ന്റെയും 24ന്റെയും എന്ത് ചെയ്യണം? ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യയല്ലേ, LCM കാണണം. നോക്കിക്കേ, ഇവിടെ പെട്ടെന്ന് കാണാം. ഏറ്റവും വലിയ സംഖ്യ എടുക്ക്. 24 8ൽ പോകുമോ നോക്ക്. ഒരെട്ടെട്ട് ഇരട്ട് 16 മുകട്ട് 24. 24 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 പൂർണ്ണമായി പോയി. ഇനി 24 12 കൊണ്ട് ഹരിക്കുക, 22 പോയി, പൂർണ്ണമായി പോയി. അപ്പോൾ ഇവിടെ LCM എത്ര തന്നെയാണ്? 24 ആണ്. LCM 24 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 3നെ കൂട്ടണം. മനസ്സിലായി? 24 25 26 27. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിടക്കുന്നുണ്ടാകും 24. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പാടില്ല. ഇങ്ങനെ ശിഷ്ടം പറഞ്ഞിട്ട് തരികയാണെങ്കിൽ LCM കണ്ടതിന് ശേഷം ആ ശിഷ്ടം കൂടിയിട്ട് കൂട്ടണം. ഇനി അടുത്ത ടൈപ്പ് നോക്ക്. 8 12 16 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകൾ ഉണ്ട്. മനസ്സിലായോ? 8 മിനിറ്റിൽ ഒരു അലാറം, പിന്നെ 12 മിനിറ്റിൽ ഒരു അലാറം വെക്കുന്ന വേറൊരു ക്ലോക്ക്, 16 മിനിറ്റിൽ അലാറം മുഴങ്ങുന്ന ഒരു 3 ക്ലോക്ക് ഉണ്ട്. അവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? 3 ആൾ ഒപ്പടിക്കും. അപ്പോൾ ഒരു ക്ലോക്ക് 8 മിനിറ്റ് കഴിഞ്ഞാണെങ്കിൽ ഒരു ക്ലോക്ക് 12 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അലാറം അടിക്കുക. ഒരു ക്ലോക്ക് 16 മിനിറ്റ് കഴിഞ്ഞിട്ട് അലാറം എടുക്കുക. പക്ഷെ ഒരു സമയം ആകുമ്പോൾ ഇവർ 3 ആൾ ഒപ്പടിക്കും. അത് എപ്പോഴും എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ കാണും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴും 8ന്റെയും 12ന്റെയും 16ന്റെയും LCM കാണുക. 8ന്റെയും 12ന്റെയും LCM കാണുമ്പോൾ നമ്മൾ എങ്ങനെ കാണണം? നോക്കാം. 8 ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. 8 12 16 LCM കണ്ടേ. 2ൽ പോകുമ്പോൾ 24 8, 1 6 26 12, 1 8 28 16. 2ൽ ചെയ്തേ, 2ൽ പോയി, 3ൽ പോയി, 4ൽ പോയി ഇല്ലേ? ഇനി നമുക്കിത് വീണ്ടും 2ൽ പോകും. 2ൽ എത്രയായി? ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. 2ൽ എത്ര എഴുതി? 1 പോയി, പിന്നെ അവിടെ പോകില്ല അല്ലെ? 3 എഴുതി, 2ൽ 2 എഴുതി. മനസ്സിലായോ? അപ്പൊ ഇവിടെ സംഖ്യകൾ എങ്ങനെ വന്നു? നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതിനെല്ലാത്തിനെയും കൂടിയിട്ട് ഗുണിക്കുക അല്ലെ? 4നെ ഗുണിക്കുക. ഇവിടെ എന്താണ്? 2നെ ഗുണിക്കുക, 2നെ ഗുണിച്ചു, 2നെ ഗുണിച്ചു, 3നെ ഗുണിച്ചു, 2നെ ഗുണിച്ചു. അപ്പൊ എത്ര വന്നു? 48 മിനിറ്റ് കേട്ടോ. അല്ലേ? 2 2 ഈ 2 4, 4 × 2 8, 8 × 2 16, 16 × 3 6 18, ശിഷ്ടം 1 3 3 4. ഓക്കെ, 48 മിനിറ്റ് കേട്ടോ. 48 മിനിറ്റ്. എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ചോദിച്ചാൽ 48 മിനിറ്റ് കൂടുമ്പോൾ ഒരുമിച്ച് അലാറം മുഴങ്ങും. അടുത്ത ടൈപ്പ് 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7ഉം 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അവിടെ ഏറ്റവും ചെറിയ സംഖ്യയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? LCM കാണണം. അപ്പൊ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും? ഏതോ ഒരു സംഖ്യനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 വരുന്നുണ്ട്. എന്നാൽ ആ സംഖ്യനെ 12 കൊണ്ട് ഹരിച്ചാലോ 7 വരും. എന്നാൽ ആ സംഖ്യനെ 16 കൊണ്ട് ഹരിച്ചാലോ 11 ശിഷ്ടം വരും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അപ്പോ ആ ഹരിക്കുന്ന സംഖ്യകളുടെ LCM കാണുക. മനസ്സിലായോ? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യന്റെ LCM കാണുക. ഇവിടെ ഏതൊക്കെ സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത്? 8 കൊണ്ട് ഹരിക്കുന്നുണ്ട്, 12 കൊണ്ട് ഹരിക്കുന്നുണ്ട്, 16 കൊണ്ട് ഹരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യന്റെ LCM കാണുക. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? 8 12 16. LCM കാണാൻ എന്ത് ചെയ്യും? 8 12 16. ഒന്ന് LCM കണ്ടേ. നമുക്ക് 4 കൊണ്ട് ചെയ്യാം അല്ലേ? 4 8, 3 4 12, 4 16. ഓക്കെ ആണോ? ഇനി നമുക്കിത് 2 കൊണ്ട് ചെയ്യേ. 2 കൊണ്ട് ചെയ്യുമ്പോൾ 2ൽ 2 ഒരു പ്രാവശ്യം പോയി, 2 3ൽ പോയില്ല, അതുകൊണ്ട് 3 അതേപടി എഴുതി. 2 2ൽ 2. ഓക്കെ, അപ്പൊ 4 × 2 × 3 × 2 എത്ര കിട്ടി? 48. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ 48. LCM എത്ര കിട്ടി? 48 കിട്ടി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 48നെ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യേണ്ടത് LCM മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 3 വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വ്യത്യാസം എത്രയാണ്? 5 അല്ലേ? 8 - 3 5. എന്നാൽ ഇവിടെ 12 കൊണ്ട് ഹരിച്ചപ്പോൾ 7 എന്ന് പറഞ്ഞു. അവിടെയും വ്യത്യാസം എത്ര തന്നെയാണ്? 5 ആണ്. എന്നാൽ 16 കൊണ്ട് ഹരിച്ചപ്പോൾ 11 എന്ന് വന്നു. അവിടെയും വ്യത്യാസം എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്ര വന്നു? 5. അപ്പൊ 48നെ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൈനസ് ചെയ്യണം. 43. അടുത്ത ടൈപ്പ് നോക്ക്. 10 20 30 40 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ
പൂർണ്ണവർഗസംഖ്യ എന്ത്? പൂർണ്ണവർഗസംഖ്യ, ഏറ്റവും ചെറിയ പൂർണ്ണവർഗസംഖ്യ ഏതാണ്? അപ്പൊ നമ്മൾ ഇതിന്റെ എൽസിഎം കണ്ടേ. 10ന്റെയും 20ന്റെയും 30ന്റെയും 40ന്റെയും എൽസിഎം കാണുക അല്ലെ. നമുക്ക് ഏത് ചെയ്യാം? 10ൽ തന്നെ പോകും അല്ലെ. 10ൽ ഒരു പ്രാവശ്യം പോയി, 10ൽ 2 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി, 4 പ്രാവശ്യം പോയി. ഇനി നമുക്ക് ഇനി 2 കൊണ്ട് ചെയ്യാം അല്ലെ. 2 കൊണ്ട് ചെയ്യുമ്പോൾ അതാ 1 1 എഴുതി, 2ൽ 2 ഒരു പ്രാവശ്യം, 3ൽ പോവില്ല, 2ൽ 2. ഓക്കെ, ഇനി 10 × 2, 10 × 2 × 3 × 2, 10 × 2 20, 20 × 2 40, 40 × 3 എത്രയാണ്? 10 × ഇവിടെ എൽസിഎം നമ്മൾ എന്ത് ചെയ്യണം? 10 × 2 × 2 × 3 അല്ലേ. ഇനി നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണവർഗസംഖ്യ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഓരോ സംഖ്യയെയും ഒരു ജോഡി വീതമാക്കണം. മനസ്സിലായോ? ഇനി നമുക്കിവിടെ ഇത് കിട്ടി. 10, 2, 3, 2 എന്ന് എഴുതി, അത് നമ്മളിവിടെ എഴുതി. ഇനി ഇവിടെ എന്താ ചോദ്യം? പൂർണ്ണവർഗസംഖ്യ ആക്കണം. ആ പൂർണ്ണവർഗസംഖ്യ ആക്കാൻ 10ന്റെ കൂടെ ഒരു ജോഡി 10 ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇനി 2ന്റെ കൂടെ 2ന് ഒരു ജോഡി ഇട്ട് കൊടുക്കുക, 3ന് ഒരു ജോഡി ഇട്ട് കൊടുക്ക്. ഓക്കെ, അതാത് ആൾക്കാർക്ക് എന്ത് ചെയ്യാം? അതാത് ജോഡി. ഓക്കെ, അപ്പൊ 10 × 10, 2ന് ഒരു ജോഡി ഇട്ട് കൊടുത്ത് 2, 3 × 3. മനസ്സിലായി? 10 × 10 എത്രയാ? 100. 2 × 2 എത്രയാ? 4. 3 × 3 എത്രയാ? 9. അപ്പൊ 3600. അപ്പൊ ചെറിയ പൂർണ്ണവർഗ സംഖ്യ 3600. അപ്പൊ ഈ ഒരു കണക്കിൽ നമ്മൾ അതേപോലെ ശിഷ്ടം വരുന്ന സമയത്ത് അത് എത്രയാണ് ഡിഫറൻസ് എന്ന് നോക്കണം. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ പൂർണ്ണവർഗ സംഖ്യയിലാണ് എൽസിഎം കാണാൻ പറയുന്ന സമയത്ത് എപ്പോഴും അതിനൊരു ജോഡി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 1/2, 2/3, 3/4 ഇതിന്റെ എൽസിഎം കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു എന്താണ്? ഭിന്നസംഖ്യയാണ് അല്ലെ. ഇതെന്താണ്? ഒരു ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യകളുടെ എൽസിഎം കാണാൻ പറഞ്ഞാൽ അംശങ്ങളുടെ എൽസിഎം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF, ഛേദങ്ങളുടെ HCF എന്നാണ് വരിക. അംശം എന്ന് പറയുമ്പോൾ 1, 2, 3 അംശം, താഴെയുള്ളതാണ് ഛേദം, മേലെ അംശം, താഴെയുള്ളത് ഛേദം. അപ്പൊ 1ന്റെയും 2ന്റെയും 3ന്റെയും എൽസിഎം കാണണം അല്ലെ. അപ്പൊ 1, 2, 3 എൽസിഎം ഇവിടെ എത്രയാണ്? അത് നമുക്കറിയാം. ഇപ്പൊ ഇതിൽ ഏത് സംഖ്യ എന്താണ്? ആകെ ഒറ്റൊന്നേ പോകുന്നുള്ളൂ അല്ലെ. അപ്പൊ നമുക്കിപ്പോ എൽസിഎം കാണാൻ പറയുമ്പോൾ 2ലിട്ടു, ഇത് അതേ പോയി, 1, 3, 2 × 3 6 അല്ലേ. അവിടെ എത്ര വന്നു? 6 വന്നു. ഇനി നമുക്ക് HCF കാണാം, 2, 3, 4. അപ്പൊ നമുക്ക് ഇവിടെ എൽസിഎം കാണുമ്പോൾ നമുക്ക് എന്താണ്? ഇപ്പോ ഏതെങ്കിലും ഒരു 2 എണ്ണം ഹരിക്കാൻ പറ്റിയാലും നമുക്ക് എൽസിഎം കാണാം. മനസ്സിലായോ? ഏതെങ്കിലും ഇപ്പൊ ഈ ഒരു സംഖ്യകൾ തരുമ്പോൾ ഇതിൽ ഏതെങ്കിലും 2 സംഖ്യകൾ ഹരിക്കുകയാണെങ്കിൽ എൽസിഎം കാണാം. പക്ഷെ HCF കാണുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് ആ 3 സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ മാത്രമേ HCF നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നോക്ക്, 2, 3, 4 HCF കാണാൻ പറഞ്ഞാൽ ഇപ്പൊ 2 എഴുതി, 2ൽ 2 പോയി, ഒരു പ്രാവശ്യം പോയി. 2ൽ 3 പോവില്ല, അപ്പൊ നമുക്കിവിടെ HCF കാണാൻ പറ്റില്ല. 2ൽ 4 പോകും, 2 പ്രാവശ്യം പോയി. പക്ഷെ ഇവിടെ 3ൽ കാണാൻ പറ്റില്ല. എൽസിഎം ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇവിടെ 3 തന്നെ താഴേക്ക് ഇറക്കിയിട്ടിട്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും HCF ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോവില്ല. പോവാത്തത് കൊണ്ട് അവിടെ എപ്പോഴും നമ്മൾ HCF എന്താ വരിക? 1 വരിക കേട്ടോ. അങ്ങനെ പോകുന്നില്ലെങ്കിൽ അവിടെ എന്താണ് വരിക? ഒരു 1 അവിടെ HCF ആയിട്ട് വരിക. അടുത്ത നോക്ക്, ഇനി നമുക്ക് HCF കാണാനാണ്. 10, 20, 40 സംഖ്യകളുടെ HCF കാണാം. HCF കാണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പൂർണ്ണമായിട്ടും എല്ലാ സംഖ്യ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഹരിക്കാൻ പറ്റണം അല്ലേ. എന്നാൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? HCF നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ മനസ്സിലായോ? അല്ലെങ്കിൽ അവിടെ അത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും കേട്ടോ. അപ്പൊ 10ൽ നോക്കിക്കേ, നമുക്ക് ഇവിടെ 10ൽ ചെയ്യാം. 10ൽ ഒരു പ്രാവശ്യം പോയി, 2ൽ പോയി, ഇവിടെ 10ൽ എത്ര പ്രാവശ്യം പോയി? 4ൽ പോയി അല്ലേ. ഇനി ഇവിടെ എങ്ങനെ കാണാം? 10, 20, 40 എൽസിഎം കാണാൻ പറയുമ്പോൾ നമുക്ക് ഇനി അറിയാം, ഇനി ഇവിടെ പോവില്ല അല്ലെ. ഇനി ഇവിടെ പോവില്ല, കാരണം 1 ആണ് ഇവിടെ. ഇപ്പൊ ഇവിടെ നോക്കിക്കോ, 2 ഇട്ടു, 2 1ൽ പറ്റുമോ? പറ്റില്ല. നമ്മൾ 1ന് താഴെ ഇറക്കിയിടണം, അങ്ങനെ പറ്റില്ല. അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇവിടെ പൂർണ്ണമായിട്ടും പോണ ഒരു സംഖ്യ ഇവിടെ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഇത് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ?
അപ്പോൾ ഇവിടെ 10ൽ എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 4 പ്രാവശ്യം പോയി. ഇനി HCF എത്രയാണ്? HCF എന്ന് പറയുമ്പോൾ LCM കാണുമ്പോൾ നമ്മൾ ഇതിനെയും ഗുണിക്കും, ഇതിനെയും ഗുണിക്കും, ഇതിനെയും ഗുണിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും എന്താ ഈ ഭാഗത്ത് എന്താണോ വരുന്നത്, ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും, അതിനെ മാത്രമേ നമ്മൾ ഗുണിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ എത്ര വന്നു? ഇവിടെ എത്രയാണ്? 10 ആണ് കേട്ടോ. ഇവിടെ എത്രയാണ് വന്നത്? 10. അടുത്തത് നോക്ക, 2/5, 3/10 ഇവയുടെ ഉസാഗ കാണുക. നമ്മൾ ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് LCM കാണാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF അല്ലേ? അങ്ങനെ പറഞ്ഞ അപ്പൊ ഇവിടെ ഉസാഗ പറഞ്ഞ HCF ആണ്. അപ്പൊ അതേ തന്നെ അംശങ്ങളുടെ HCF എഴുതുക. ഇവിടെ ഉസാഗ ചോദിച്ചാൽ അംശങ്ങളുടെ HCF എഴുതി ഛേദങ്ങളുടെ LCM ചെയ്യുക. ഛേദങ്ങളുടെ LCM ചെയ്യുക. അപ്പൊ HCF കാണണ്ടേ? 2ന്റെയും 3ന്റെയും എന്താണ്? HCF കാണണം അല്ലേ? 2ന്റെയും 3ന്റെയും HCF. ഇവിടെ ഒരു ഘടകം ഉണ്ടോ? ഏതെങ്കിലും കൊണ്ട് നമുക്ക് ഘടകമാക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഘടകമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എപ്പോഴും HCF 1 തന്നെയായിരിക്കും. ഇനി ഛേദങ്ങളുടെ LCM കണ്ടേ? 5ഉം 10ഉം. 5ന്റെയും 10ന്റെയും LCM കാണാൻ പറയുമ്പോൾ 10 5ൽ പോകും, പോവില്ലേ? അപ്പൊ പൂർണ്ണമായിട്ട് പോകും. അപ്പൊ 10 തന്നെയാണ്. 1/10. ഇനി അടുത്ത് നോക്കുക, 2/2, 3/2 അങ്ങനെ തന്നിട്ടുണ്ട്. ഇത് നേരത്തെ അതേ മോഡൽ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള ആ ഘടകങ്ങൾ എടുക്കുക. അവിടെ നമ്മൾ LCMൽ എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ കൃതി ഏതാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ HCF കാണാൻ പറഞ്ഞാൽ ഏറ്റവും ചെറിയ കൃതി എഴുതുക. 2ന്റെ ഏറ്റവും ചെറിയ കൃതി ഏതാണ്? 2, 2, 2, 4, 2, 7 അല്ലേ? അപ്പൊ 2, 2 ആണ് ഇവിടെ ഏറ്റവും ചെറുത്. 3ൽ ഏതാണ് ഏറ്റവും ചെറുത്? 3/2, 3/3, 3/4. ഇവിടെയും 2 ആണ് അല്ലേ? ഇനി 5ൽ ഏതാണ് ഏറ്റവും ചെറിയ കൃതി? അതും 5/2 ആണ്. അപ്പൊ 2/2 × 3/2 × 5/2. അപ്പൊ LCM ചോദിച്ചാൽ വലിയ കൃതി എഴുതുക. എല്ലാത്തിന്റെയും പൊതുഘടകം ആദ്യം എടുത്ത് എഴുതുക, എന്നിട്ട് വലിയ കൃതി എഴുതുക. HCF ചോദിച്ചാൽ ചെറിയ കൃതി എഴുതുക. ഇനി നോക്ക്, A³ B³ C² അങ്ങനെ തന്നിട്ടുണ്ട്. അതും അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഇംഗ്ലീഷ് അക്ഷരമാല തന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ എഴുതി ഇൻറ്റു ഇട്ടു. HCF കാണാൻ പറഞ്ഞാൽ എയുടെ ഏറ്റവും ചെറിയ കൃതി എഴുതുക, ബിയുടെ ഏറ്റവും ചെറിയ കൃതി എഴുതുക, സിയുടെ ഏറ്റവും ചെറിയ കൃതി എഴുതുക. എയുടെ ഏറ്റവും ചെറിയ കൃതി ഇവിടെ ഏതാണ്? 3 ആണ് അല്ലേ? ബിയുടെയും 3 ആണ്. സിയുടെയോ? സിക്ക് 2 ഉണ്ട്, സിക്ക് 4 ഉണ്ട്, സിക്ക് 6 ഉണ്ട്, സിക്ക് 2 അല്ലേ? അപ്പൊ A³ × B³ × C². ഓക്കെ ആണോ? ഇങ്ങനെയുള്ള സംഖ്യകളുടെ സ്ക്വയർ തരുന്ന സമയത്ത് HCF കാണാനും LCM കാണാനും. LCM എപ്പോഴും വലിയ കൃതിയായിരിക്കും, HCF എപ്പോഴും ചെറിയ. അടുത്തത് നോക്ക്, 2 സംഖ്യകളുടെ LCM 72. ഏതോ ഒരു 2 സംഖ്യ, മനസ്സിലായോ? അതിന്റെ LCM LCM 72, HCF 6. ഒരു സംഖ്യ 18 ആയാൽ മറ്റേ സംഖ്യ ഏത്? ഇപ്പൊ 2 സംഖ്യകളുണ്ട്, ഏതോ 2 സംഖ്യ Xഉം Yഉം. അതിന്റെ LCM 72. ഓക്കെ, അതിന്റെ HCF എത്ര തന്നു? 6 തന്നു. ഇനി ഇതിൽ ഏതോ Xോ Yയോ ഏതോ ഒരു സംഖ്യ 18 ആണ്. അപ്പൊ ബാക്കി വേറെ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ തരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? LCM × HCF ഡിവൈഡഡ് ബൈ ആ ഒരു സംഖ്യ. മനസ്സിലായോ? അപ്പൊ LCM എത്രയാ? 72. HCF എത്രയാ? 6. സംഖ്യ താഴെ തന്നിരിക്കുന്നത് എത്ര? ഒരു സംഖ്യ തന്നിരിക്കുന്നത് 18. അപ്പൊ ഇതിനൊന്ന് ഹരിച്ചേ. 1 6 7 12 3 6 18. 3 പ്രാവശ്യം പോയി. 3ൽ 72, 1 3 3, 7 3 6, ബാക്കി 12, 4 3 12. അപ്പൊ എത്ര വന്നു? 24. അപ്പൊ അടുത്ത സംഖ്യ ഏതാണ്? 24. അപ്പൊ 2 സംഖ്യ പറഞ്ഞ അപ്പൊ ഇവിടെ 24ഉം 18. ഓക്കെ, അടുത്തത് നോക്ക്, 30 സെന്റിമീറ്റർ, 18 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ വീതം 30, 18, 12 ഇത്ര സെന്റിമീറ്റർ വീതം വശമുള്ള ഒരു ലോഹക്കട്ടിയിൽ നിന്ന് ബാക്കി ഉണ്ടാകാതെ, അവിടെ ബാക്കി ഒരു ലോഹത്തിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല,
എന്നിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കണ്ടോ ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്ര? ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഏതാണ്? HCF ആണ്. ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ ഏതാണ്? LCM ആണ്. അപ്പൊ അതിന്റെ ക്യൂബുകളുടെ വശം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 30ന്റെയും 15ന്റെയും 12ന്റെയും HCF കാണാം. വലുതാന്ന് എന്നല്ലേ പറഞ്ഞ, വലിയാന്നല്ലേ പറഞ്ഞ, അപ്പൊ അതുകൊണ്ട് HCF കാണണം. അപ്പൊ നോക്ക് 30, 15, 12ന്റെ LCF നമുക്ക് 3 നോക്കിയാലോ? 13 30, 3 1 3 26, 6 3 18, 4 3 12 അല്ലേ? ഇനി നമുക്ക് പോകണ്ടോ നോക്ക്, 2 പോകും അല്ലേ? 2 പോകും. 2 5 പോയി, 2 3 പോയി, പിന്നെ 2 പോയി. ഇനി നമുക്ക് ഇവിടെ ഘടകങ്ങളാക്കാൻ പറ്റില്ല, മുഴുവൻ പോവില്ല അല്ലേ? 3 എടുത്താലും മുഴുവൻ പോവില്ല, 5 പോവില്ല. ഇനി 5 എടുത്താൽ 3 പോവില്ല, 2 പോവില്ല, 2 എടുത്താലും 5 3 പോവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 3 2 ആണ് അല്ലേ? 3 × 2 6 സെന്റിമീറ്റർ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് LCM ആണ് കാണാൻ പറയുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 × 2 × 5 × 3 × 2 ഇതാണ് ഗുണിച്ച് കിട്ടുന്ന സംഖ്യ. എന്നാൽ HCF ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഭാഗങ്ങൾ എടുക്കാൻ പാടില്ല കേട്ടോ മക്കളെ. 3 × 2 മാത്രമേ എടുക്കാൻ പാടുള്ളൂ, 6. മനസ്സിലായോ? ഈ ഭാഗത്ത് വരുന്നത് മാത്രമാണ് HCF എടുക്കാൻ പാടുള്ളൂ. LCM ആണെങ്കിൽ ഇവർ മൊത്തം എടുക്കാം കേട്ടോ. അടുത്ത് നോക്കുക, 49, 97, 65 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും വലിയ സംഖ്യ. അപ്പോഴവിടെ എന്താ ചോദ്യം? HCF ആണ് ചോദ്യം. അപ്പൊ 49ന്റെയും 97ന്റെയും 65ന്റെയും അല്ലെ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 49, 97, 65. ഒന്ന് കണക്ക് തോന്നുന്നു നന്നായി ശ്രദ്ധിക്കേ, ഒന്ന് നന്നായിട്ട് ചെയ്യ. 49, 97, 65 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോ അവിടെ എത്രയാ വരുന്നത്? ശിഷ്ടം 1 വരികയാണ്. അപ്പൊ 49 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഈ സംഖ്യകളെ ഹരിക്കുകയാണ്. ഈ സംഖ്യകളെ ഹരിക്കുന്ന സമയത്ത് ശിഷ്ടം 1 വരികയാണ്. അപ്പൊ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ LCM എടുക്കുമ്പോൾ 49ൽ നിന്ന് 1 കുറയ്ക്കണം. ശിഷ്ടമായ 1 കുറയ്ക്കുമ്പോൾ 48. 97ൽ നിന്നും ശിഷ്ടം 1 കുറച്ചേ 96. 65ൽ നിന്ന് 1 കുറച്ചേ 64. അപ്പൊ ഇതിന്റെ HCF കാണണം. HCF കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? വലിയ വലിയ സംഖ്യകളൊക്കെ ചെയ്യാം അല്ലെ? 16 കൊണ്ട് ചെയ്യാം. 16 കൊണ്ട് 48ന് 30, 36 എത്രയായി? 48 അല്ലെ? 3 പ്രാവശ്യം പോയി. 16 × 3 48. ഇനി 96, 16 എത്ര പ്രാവശ്യം പോകും? 96 16ൽ 6 പ്രാവശ്യം പോകും. 16 × 6 96. ഇനി 16നെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 4 കൊണ്ട് പോകും. ഇനി നമുക്ക് ഈ 3നെയും 6നെയും 4 ഒരു കോമൺ ഫാക്ടർ ഇല്ല അല്ലെ? കോമൺ ഫാക്ടർ ഇല്ല. 3 എടുത്തു കഴിഞ്ഞാൽ 3ൽ പോകും, 6ൽ പോകും, പക്ഷെ 4ൽ പോകില്ല അല്ലെ? അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ എത്ര വന്നു? 16. മനസ്സിലായി? ഏറ്റവും വലിയ സംഖ്യ 16. ഓക്കെ, അങ്ങനെ ഞാൻ LCM HCF ഭാഗത്ത് നിന്ന് എനിക്കറിയാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാവുന്ന എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഇത് മാത്രം മാത്സ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഇത് അതിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി.